ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഫൈനലി നമ്മുടെ ബ്യൂട്ടിഫുൾ പീപ്പിളിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു. പറഞ്ഞു വരുന്നത് മറ്റാരെ കുറിച്ചല്ല, നമ്മുടെ ഹെലനോസ് പാട്ടയെ കുറിച്ചാണ്. ഹെലനോസ് പാട്ട എന്നറിയപ്പെടുന്ന ധന്യയെ കാസർഗോഡ് കുമ്പളയിൽ വെച്ച് പോലീസുകാർ അറസ്റ്റ് ചെയ്തു എന്നൊരു വാർത്ത അതീവ പ്രാധാന്യത്തോടുകൂടി നമ്മുടെ കേരളത്തിലുള്ള ന്യൂസ് ചാനലുകൾ ഇതിനോടകം തന്നെ ടെലികാസ്റ്റ് ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. ആ വാർത്ത നിങ്ങളിൽ പലരും ഇതിനോടകം കണ്ടിട്ടുണ്ടാവും. ആ വാർത്ത കണ്ടവർക്കറിയാം ആ ഒരു വാർത്തയ്ക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ടോ എന്ന്. ആ ഒരു ക്രൈം നമ്മുടെ കേരളത്തിൽ എല്ലാ കാലവും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കുറ്റകൃത്യമാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഈ ഒരു വാർത്തയ്ക്ക് ഇത്രത്തോളം പ്രാധാന്യം വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. അവിടെ പിടിക്കപ്പെട്ടത് ഒരു സോഷ്യൽ മീഡിയ താരമാണ്. കേരളത്തിലുള്ള സകല സോഷ്യൽ മീഡിയ താരങ്ങളോടും നമ്മുടെ കേരളത്തിലെ മെയിൻ സ്ട്രീം മീഡിയാസിനുള്ള ചൊരുക്ക് അവരിവിടെ തീർക്കുകയാണ്. ധന്യ ചെയ്ത കുറ്റത്തെ ഞാൻ ന്യായീകരിക്കുകയല്ല. ധന്യ എന്തായാലും ഒരു കുലക്കുറ്റമൊന്നുമല്ല ചെയ്തത്. പക്ഷേ ഒന്ന് ശ്രദ്ധ പാളിപ്പെടുന്നെങ്കിൽ അതൊരു കൊലക്കുറ്റമായി മാറിയേനെ. അതിനകത്ത് ഞാൻ ധന്യയെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. കേരളത്തിലെ മെയിൻ സ്ട്രീം മീഡിയാസിന് നമ്മുടെ കേരളത്തിലുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനോട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർമാരോട് ഒരു ചെറിയ ചുരുക്കുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളാണെങ്കിലും മറ്റ് സാറ്റലൈറ്റ് മീഡിയാസ് ആണെങ്കിലും പ്രവർത്തിക്കുന്നത് പരസ്യങ്ങൾ കൊണ്ടാണ്. അതായത് വലിയ വലിയ ബ്രാൻഡുകളുടെ പരസ്യങ്ങൾ ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് കേരളത്തിലെ ഓരോ മെയിൻ സ്ട്രീം മീഡിയാസിലും ടെലികാസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ധാരാളം ജനങ്ങളിലേക്ക് എത്തും. അതിലൂടെ ഈ ചാനലിൽ ഒരു വരുമാനം കിട്ടും, അവരുടെ പ്രോഡക്റ്റിന്റെ ബിസിനസ്സും നടക്കും. പക്ഷേ കേരളത്തിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ എണ്ണം വർദ്ധിച്ചു, അവർക്കെല്ലാം പൊതുജന മധ്യത്തിൽ നല്ല സ്വീകാര്യത ലഭിച്ചു വന്നപ്പോഴത്തേക്ക് പല പ്രമുഖ ബ്രാൻഡുകളും, പ്രത്യേകിച്ച് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിൽക്കുന്ന ബ്രാൻഡുകൾ, അവർ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരിലേക്ക് ശ്രദ്ധ തിരിച്ചു. അതായത് തങ്ങളുടെ പ്രോഡക്റ്റ് ക്രിയേറ്റീവായ രീതിയിൽ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കാണ്ട്, അതും വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എത്തിക്കണമെങ്കിൽ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ കൊണ്ട് സാധിക്കൂ എന്ന് നമ്മുടെ ബ്യൂട്ടി പ്രോഡക്റ്റ് വിൽക്കുന്ന ആളുകളാണെങ്കിലും ഫോണുകൾ വിൽക്കുന്ന ആളുകളാണെങ്കിലും എല്ലാവരും മനസ്സിലാക്കി. അതോടുകൂടി തന്നെ നമ്മുടെ കേരളത്തിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആവാണ്ട് നിരവധി ചെറുപ്പക്കാർ വന്നു. അവരിൽ പലരും ക്ലിക്കായി. അതിനകത്ത് ഒരു വ്യക്തിയായിരുന്നു ഈ പറയുന്ന ഹെലനോസ് പാട്ട എന്നറിയപ്പെടുന്ന ധന്യയും. ധാരാളം ബ്യൂട്ടി പ്രോഡക്റ്റുകളുടെയൊക്കെ ആഡുകൾ ഈ പറയുന്ന ധന്യ ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഘർ സോപ്പ് എന്ന് പറയുന്ന സോപ്പിന്റെ ഏറ്റവും അധികം പരസ്യങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നത് വാർത്താ മാധ്യമങ്ങളിലല്ല, പകരം നമ്മുടെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റിന്റെ റിവ്യൂസ് ചെയ്യുന്നത്. ഘർ സോപ്പ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഏറ്റവും അധികം സോഷ്യൽ മീഡിയ വഴിയാണ് മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും തങ്ങൾക്ക് കിട്ടേണ്ട പരസ്യം, ആ പരസ്യം ഇല്ലാതാക്കുന്നതിനകത്ത് മുഖ്യ പങ്ക് വഹിക്കുന്ന ഇൻഫ്ലുവൻസർമാരെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ധന്യ ചെയ്ത കുറ്റകൃത്യം മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്നുള്ളതാണ്. അത് യാതൊരു തരത്തിലും ന്യായീകരണം അറിയിക്കുന്നതല്ല. കാരണം മറ്റൊന്നുമല്ല, മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ഒരു വ്യക്തിയും ഒരു തീവ്രവാദിയും ഒരേ മെന്റാലിറ്റി ഉള്ള ആളുകളാണെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ധന്യയെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന വാർത്ത നമുക്കൊന്ന് കണ്ടു നോക്കാം. പെൺകുട്ടി അറിയപ്പെടുകയും ചെയ്യുന്നത് ഫോട്ടോയിലേക്കൊന്ന് കൂടി നോക്കുകയായിരുന്നു. ഒരിടപ്പോഴാണ് കൃത്യമായി നമുക്കത് ഐഡന്റിഫൈ ചെയ്യാനും കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും മദ്യപിച്ച് വാഹനം ഓടിച്ചു, അപകടകരമാകും തരത്തിൽ വാഹനം കൊണ്ട് കടന്നു കളഞ്ഞു എന്നുള്ളതാണ് കേസ്. എപ്പോഴാണ് ഈ സംഭവം? മാധു, ഇന്നലെ പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടായത്. പോലീസ് രാത്രി വാഹന പരിശോധന നടത്തുകയായിരുന്നു. അതിനിടെ ഈ ദേശീയപാതയിൽ അണങ്കൂർ എന്ന സ്ഥലത്ത് അവിടെ നോ പാർക്കിംഗ് മേഖലയിൽ ഈ കാറ് നിർത്തിയിട്ടത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെയാണ് പോലീസ് സംഘം ഈ വാഹനത്തിന്റെ അടുത്തേക്ക് പോയത്. പോലീസിനെ കണ്ട ഉടൻ തന്നെ ഈ ധന്യ വാഹനമെടുത്ത് സ്പീഡിൽ ഓടിച്ചു പോവുകയായിരുന്നു. പിന്നീട് പിന്തുടർന്നാണ് പുലർച്ചെ 2 മണിയോടെ പോലീസ് ഈ വാഹനം ഈ ബന്ദിയോട് വെച്ച്, കുമ്പള ബന്ദിയോട് വെച്ച് പിടിച്ചത്. വാഹനത്തിൽ ധന്യ SR ഉണ്ടായിരുന്നു. പിന്നീടാണ് പോലീസ് ഈ പരിശോധന, അതായത് മദ്യപിച്ചോ എന്ന പരിശോധന നടത്തിയത്. അതിൽ മദ്യപിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായി. അതേ തുടർന്നാണ് ഈ കേസെടുത്തിട്ടുള്ളത്. അപകടകരം വരുന്ന രീതിയിലാണ് വാഹനം ഓടിച്ചത്. അതായത് ഇതിനകത്ത് ധന്യക്ക് 2 മിസ്റ്റേക്ക് പറ്റി. ഒന്ന്, മദ്യപിച്ച് വണ്ടി ഓടിക്കുക എന്ന് പറയുന്ന ഗുരുതരമായിട്ടുള്ളൊരു കുറ്റകൃത്യം അവരവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ധന്യ ഒന്ന് മറന്നുപോയി, ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ ഒരു പദ്ധതി ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് നല്ല രീതിക്ക് ചെക്കിംഗ് ഉണ്ട്. അതുകൂടാതെ രാത്രി 12 മണിക്ക് ശേഷം നമ്മുടെ നിരത്തുകളിൽ പോലീസിന്റെ സാധാരണ പരിശോധനകൾ എല്ലാം തന്നെ ഉണ്ട്. ആ ഒരു പരിശോധന നടക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അതിലെ പോകുന്ന ഒരു വ്യക്തിയുടെ, അതിപ്പോൾ കാറിൽ പോകുന്നവരായിക്കോട്ടെ, നടന്നു പോകുന്നവരായിക്കോട്ടെ, ബൈക്കിൽ പോകുന്നവരായിക്കോട്ടെ,
അവരുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും നമ്മുടെ കേരള പോലീസ് എഴുതി വാങ്ങുന്ന ഒരു പതിവ് പണ്ട് തൊട്ടേ കേരളത്തിലുണ്ട്. അതേകൂടാതെ ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാനും ആ ഒരു സാഹചര്യത്തിൽ സംശയാസ്പദമായിട്ടുള്ള നിങ്ങളുടെ കാറ് അവിടെ കിടക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും പോലീസുകാർ വരും, അത് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ പിടിക്കപ്പെടും. അങ്ങനെ പിടിക്കപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ മദ്യപിക്കുകയാണെങ്കിൽ ആ വീട്ടിൽ ഇരുന്ന് വേണം മദ്യപിക്കാൻ. അല്ലെങ്കിൽ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ആ കാറ് ഉപയോഗിക്കാതെ പകരം ഓട്ടോ പിടിച്ചോ അങ്ങനെ വല്ലതും വീട്ടിൽ പോവുക, അല്ലെങ്കിൽ ഊബർ ബുക്ക് ചെയ്തോ അങ്ങനെ എങ്ങനെയും വീട്ടിൽ പോവുക എന്നുള്ളതാണ്. മദ്യപിച്ച് ഒരു കാരണവശാലും പൊതുനിരത്തിൽ വാഹനം ഓടിക്കരുത്. ധന്യം മദ്യപിക്കുന്നതിനകത്ത് ഞാൻ ഒരു തെറ്റും പറയുന്നില്ല. നിങ്ങൾ 18 വയസ്സ് പൂർത്തിയായ ഒരു പെൺകുട്ടിയാണ്, നിങ്ങൾക്ക് മദ്യപിക്കാം. മദ്യപിക്കുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. കേരളത്തിൽ പെൺകുട്ടികൾ മദ്യപിക്കരുത് എന്ന് പറഞ്ഞ ഒരു ലിഖിത നിയമം ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മദ്യപിക്കാം, മദ്യപിക്കാതിരിക്കാം. പക്ഷെ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല. നിങ്ങളെപ്പോലുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ എങ്ങനെയും ടാർണിഷ് ചെയ്ത് തങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പരസ്യങ്ങളും മറ്റു കാര്യങ്ങളും നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള അവസരങ്ങൾ അവർക്ക് കൊണ്ടിട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ഈ അടുത്ത് പോലും കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലേക്ക് ഒരു 10 ലൈക്ക് തികച്ച് കിട്ടുന്നവനെല്ലാം ഇൻഫ്ലുവൻസറായി മാറും പോലീസ് കേസിൽ പെടുമ്പോൾ. ഈ അടുത്തിടെ ഒരു പെൺകുട്ടി MDMA കേസിൽ പിടികൂടി. ആ പെൺകുട്ടീനെ ഞങ്ങൾ ആരും അറിയത്ത് പോലുമില്ല. കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞ ആളുകൾ ആരും തന്നെ അറിയുന്ന ഒരു വ്യക്തിയല്ല. ആ പെൺകുട്ടിയുടെ വീഡിയോ വിഷ്വൽസ്, അതായത് ഇൻസ്റ്റാഗ്രാം റീലിന്റെ വിഷ്വൽസ് പുറത്തേക്ക് വന്നിട്ട് ഞാനൊക്കെ ആ പ്രൊഫൈൽ തപ്പിയിട്ട് കിട്ടിയില്ല. പക്ഷെ നമ്മുടെ മീഡിയാസിന് കിട്ടി. അതാണ് പറഞ്ഞത്, കൃത്യമായ രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളെ നമ്മുടെ മീഡിയാസ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അവർ പ്രതികളാവുന്ന ചെറിയൊരു പെറ്റി കേസ് പോലും അതീവ പ്രാധാന്യത്തോടുകൂടി അതുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പോലീസിനെ കണ്ട ഉടൻ തന്നെ പെട്ടെന്ന് വളരെ സ്പീഡിൽ വാഹനം ഓടിച്ച് പോവുകയായിരുന്നു. പിന്നീട് പോലീസിന് ചേസ് ചെയ്ത് പിടിക്കേണ്ടി വന്നു. എന്തായാലും മദ്യപിച്ച് അപകടമുണ്ടാക്കുന്ന രീതിയിൽ വാഹനം ഓടിച്ചതിനെതിരെയാണ് ഇപ്പോൾ ധന്യ SRനെതിരെ, അതായത് സമൂഹ മാധ്യമങ്ങളിൽ ഹെലനോ സ്പാട്ട എന്ന പേരിലാണ് ധന്യ സജീവമായി അറിയപ്പെട്ടിരുന്നത്. എന്തായാലും ധന്യക്കെതിരെ ഇപ്പോൾ കുമ്പള പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. മദ്യപിച്ച് വാഹനം ഓടിച്ചതിനാണ് ഇപ്പോൾ യൂട്യൂബർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. മനുഷ്യജീവന് അപകടകരമാം വിധം വാഹനം അശ്രദ്ധമായി കൈകാര്യം ചെയ്ത് പോലീസിൽ ഇതിപ്പോ 2 വകുപ്പ് വന്നിട്ടുണ്ട്. ഒന്ന് അപകടകരമായിട്ടുള്ള രീതിയിൽ വണ്ടി ഓടിച്ചു, മറ്റൊന്ന് മദ്യപിച്ച് വാഹനം ഓടിച്ചു. എന്നാലും ലൈസൻസ് സസ്പെൻഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. നല്ലൊരു എമൗണ്ട് പെനാൽറ്റി ആയിട്ട് അടയ്ക്കേണ്ടി വരും. ഏകദേശം ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തേക്ക് ലൈസൻസ് സസ്പെൻഡ് ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പിന്നെ ഈ പോലീസ് കേസുമായിട്ട് ബന്ധപ്പെട്ട് കോടതി കയറേണ്ടി വരും. പ്രത്യേകിച്ച് എനിക്ക് പെൺകുട്ടികളോടാണ് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഈ പോലീസ് കേസിനകത്തൊന്നും ചെന്ന് പെടരുത്. നിങ്ങളുടെ നല്ല ഭാവി അവിടെ പോകും. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ. ഇപ്പം ആൺകുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല, തടിപടി പോലെ നടക്കുന്നു, കേസ് വിളിക്കുമ്പോൾ പോയി ഹാജരാകുക, പറ്റിയില്ലെങ്കിൽ ഒന്ന് നീട്ടി വെക്കുക. പക്ഷെ അതാണല്ല പെൺകുട്ടികളുടെ കാര്യം. നിങ്ങൾക്ക് മാസാവസാനം വരുന്ന ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് കേസ് വിളിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് മാസാവസാനം വല്ലതൊക്കെ ആയിരിക്കും മിക്കവാറും വിളിക്കുന്നത്. ആ ടൈമിൽ നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ലെങ്കിൽ അത് മാറ്റി വെക്കാണ്ട് നല്ലൊരു എമൗണ്ട് ചെലവഴിക്കണം. പിന്നെ അതാണ് നിങ്ങൾ വിവാഹം കഴിക്കുന്ന ടൈമിൽ, കല്യാണം കഴിഞ്ഞ് പ്രഗ്നൻ്റ് ഒക്കെ ആയിരിക്കുന്ന സമയത്താണ് ഈ ഒരു കേസ് വിളിക്കുന്നതെങ്കിൽ അന്നേരം നിങ്ങൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് കോടതി കയറുകയാണ്. ഞാനൊക്കെ ഈ കോടതിയിൽ ചെല്ലുന്ന സമയത്തൊക്കെ കാണുന്ന പല പെൺകുട്ടികളും നിറപയറുമായിട്ട് ഈ കേസിന്റെ ഒക്കെ ഭാഗമായിട്ട് കോടതി വന്ന് നിൽക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ വളരെയധികം സങ്കടം വരും. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ത്രീകളൊക്കെ കഴിവതും ഇങ്ങനെയുള്ള കേസുകളിൽ ചെന്ന് തല വെക്കരുതെന്ന് പറയുന്നത്. ധന്യയൊക്കെ ഒരു വിവാഹം കഴിച്ച് ഇപ്പോൾ പുതിയ ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരാൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറേയധികം ശ്രദ്ധ പുലർത്തണം. ഇല്ലെങ്കിൽ ചെന്ന് ഇതേ കണക്ക് പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ശരി എന്നാ ബൈ.